ഹായ് ഓൾ, വെൽക്കം ടു എഗേരിയാസ് വെസൽ. ഈ വീഡിയോയിലൂടെ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 121 ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായി ഷേക്സ്പിയറിൻ്റെ സോണറ്റുകളെക്കുറിച്ച് ജനറലായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആകെ 154 സോണറ്റുകളാണ് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത്. 1609 തോമസ് തോപ്പ് അത് ക്വാർട്ടോ ആയി പബ്ലിഷ് ചെയ്തു. 1590s മിക്ക സോണറ്റുകളും ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത്. 1 to 126 വരെയുള്ള സോണറ്റുകൾ മിസ്റ്റർ WH അഥവാ ഫേ യൂത്തിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളവയാണ്. ഇത് ഹെൻറി റാത്നസ്ലിയോ വില്യം ഹെർബർട്ടോ ആകാം എന്ന് കരുതുന്നു. 127 മുതൽ 152 വരെയുള്ള സോണറ്റുകൾ ഡാർക്ക് ലേഡിക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മേരി ഫിറ്റൻ, എമിലിയ ലാനിയ, ലൂസി മോഗൻ എന്നിവരിൽ ആരെങ്കിലും ആകാം എന്നും കരുതുന്നു. 153 and 154 സോണറ്റ് ക്യൂപ്പിഡിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ലവ്, ലോസ് ഓഫ് ലവ്, ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള തീംസാണ് പ്രധാനമായിട്ടും ഷേക്സ്പിയർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി സോണറ്റ് 121ലേക്ക് കടക്കാം. It is better to be vile than vile esteemed, when not to be receives reproach of a being, and the just pleasure lost, which is so deemed, not by a feeling, but by others seeing. നമ്മൾ മോശമാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നതിലും ഭേദം നമ്മൾ യഥാർത്ഥത്തിൽ മോശമായിരിക്കുന്നതാണ്. ഒരാൾ യഥാർത്ഥത്തിൽ മോശമല്ല എങ്കിൽ സൊസൈറ്റി ഡിസപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ നോക്കിയിരുന്നാൽ നമുക്ക് നമ്മുടെ പ്ലഷർ നഷ്ടപ്പെടും എന്ന് ഷേക്സ്പിയർ ഓർമ്മിപ്പിക്കുന്നു. വൈൽ എന്നത് ഈവിളിൻ്റെ ഒരു അനഗ്രാമായിട്ടും നമുക്ക് കാണാൻ പറ്റും. For why should others false adulterate eyes give salutation to my sport of blood? Or on my frailties why are frailer spies, which in their wills count bad that I think good? രണ്ടാമത്തെ ക്വാർട്ടറിനിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന്, മറ്റുള്ളവരുടെ കണ്ണുകൾ കറപ്റ്റഡ് ആണ്, അത് അഡൾട്രേറ്റഡ് ആണ്, എങ്കിലും എന്തിനാണ് അവർ എൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് ബോദർ ചെയ്യുന്നത്? 2, എൻ്റെ ഫ്രെയിൽറ്റീസിൽ എന്നേക്കാൾ ഫ്രെയിലായവർ എന്തിനിടപെടുന്നു? ഞാൻ നല്ലതെന്ന് കാണുന്നവയെ അവർ മോശമായി കണ്ട് എന്തിന് എന്നെ ജഡ്ജ് ചെയ്യുന്നു? ഇവിടെ അഡൾട്രേറ്റ് ഐസ് എന്നത് അഡൾട്രസ് ഐസ് എന്ന് നമുക്ക് വായിക്കാം. ഷേക്സ്പിയറിൻ്റെ തന്നെ ഹാംലെറ്റിൽ അഡൾട്രേറ്റഡിന് അഡൾട്രസ് എന്നൊരർത്ഥം വരുന്നുണ്ട്. ഹാംലെറ്റ് ആക്ട് 1 സീൻ 5-ൽ ദാറ്റ് ഇൻസസ്റ്റസ് ദാറ്റ് അഡൾട്രേറ്റ് ബീസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ ഒരു പക്ഷേ ഈ മീനിങ് തന്നെ ആയിരിക്കാം ഷേക്സ്പിയർ ഉദ്ദേശിച്ചത്. സ്പോർട്ടീവ് ബ്ലഡ് എന്നതിന് ലസ്റ്റ്നസ് അല്ലെങ്കിൽ സെക്ഷൽ അഡ്വഞ്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നോ, ഐ ആം ദാറ്റ് ഐ ആം, ആൻഡ് ദേ ദാറ്റ് ലെവൽ അറ്റ് മൈ അബ്യൂസസ് റെക്കൺ അപ്പ് ദെയർ ഓൺ. ഐ മേ ബി സ്ട്രേറ്റ് ദോ ദേ ദംസെൽവ്സ് ബി വെവൽ. ബൈ ദെയർ റാങ്ക് തോട്ട്സ് മൈ ഡീഡ് മസ്റ്റ് നോട്ട് ബി ഷോൺ. ഹീ ഈസ് വാട്ട് ഹീ ഈസ്. മറ്റൊരാൾക്കും വേണ്ടി സ്വയം മാറാൻ അദ്ദേഹം തയ്യാറല്ല. പ്രത്യേകിച്ച് സ്വന്തം തെറ്റുകളിലേക്ക് നോക്കാതെ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്ന ഹിപ്പോക്രൈറ്റ്സിനെയാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഞാൻ സ്ട്രെയിറ്റ് ആണ് എങ്കിലും അവർ ബെവലാണ് എന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ അഭിപ്രായത്തിന് അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല എന്ന് ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഐ ആം ദാറ്റ് ഐ ആം ഇസ് ആൻ അല്യൂഷൻ. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 14-ൽ ദൈവം പറയുന്നതാണ് ഐ ആം ദാറ്റ് ഐ ആം എന്നത്. സോണറ്റ് 121 മുൻപ് 2 എലിസബത്തൻ വർക്ക്സിൽ ഈ വേഴ്സ് നമുക്ക് കാണാം. ഒന്ന് ജോൺ ലിലിയുടെ യൂഫിയസ്, 2 ബ്രയൻ മെൽബാങ്കിൻ്റെ ഫിലോട്ടിമസ്. എന്നാൽ വയറ്റിൻ്റെ ഐ ആം ആസ് ഐ ആം ആൻഡ് സോ വിൽ ഐ ബി എന്ന പോയത്തിൽ നിന്നാകാം ഷേക്സ്പിയർ ഇത് എടുത്തത് എന്ന് കരുതുന്നു. ഇനി കപ്ലറ്റ് നോക്കാം. Unless this general evil they maintain, all men are bad and in their badness reign. ഈ ജനറൽ ഈവിൾ, അതായത് ഈ ഹിപ്പോക്രസി അവർ മെയിൻറ്റെയിൻ ചെയ്യും, എല്ലാ മെന്നും ബാഡാണ്, ആ ഒരു ബാഡ്നെസ്സിൽ അവർ റെയിൻ ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. ഈ കപ്ലറ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ ഹാംലെറ്റുമായി കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഹാംലെറ്റ് ആക്ട് 2 സീൻ 2-ൽ വാട്ട് എ പീസ് ഓഫ് വർക്ക് ഇസ് എ മാൻ എന്ന് കാണാം. അതുമായി നേരെ ഓപ്പോസിറ്റ് പോകുന്നതാണ് ഈ ഒരു കപ്ലറ്റ്. ഇനി നമുക്ക് പോയത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാം. പോയത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഷേക്സ്പീരിയൻ സോണറ്റാണ്. 3 ക്വാർട്ടറൈൻസും ഒരു കപ്ലറ്റുമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അയാമിക് പെൻഡാമീറ്ററിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പോയറ്റിക് ഡിവൈസസിൽ എടുത്തു പറയേണ്ടത് എൻജാപ്മെൻ്റ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 13 ലൈൻസ് കണ്ടിന്യൂസ് ആയി പോകുന്നതാണ്. അലിട്രേഷൻ പല സ്ഥലങ്ങളിൽ കാണാം. റിസീവ്സ് റിപ്രോച്ചിൽ റ്, സല്യൂട്ടേഷൻ ടു മൈ സ്പോർട്ടീവിൽ സ്, ഫ്രെയിൽറ്റീസ് വയ ഫ്രെയിലറിൽ ഫ്, ദേ ദാറ്റിൽ ദ, ബി ബെവലിൽ ബ് എന്നീ കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സെഷൂറ ലൈനിനകത്തുള്ള സ്റ്റോപ്പുകളാണത്. 9th ലൈനിൽ ഐ ആം ദാറ്റ് ഐ ആം കഴിഞ്ഞ് ഒരു സ്റ്റോപ്പ് നമുക്ക് കാണാം. ലാസ്റ്റ് ലൈനിൽ ഓൾ മെൻ ആർ ബാഡ് കഴിഞ്ഞും ഒരു സ്റ്റോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. റെറ്ററിക് ഡിവൈസസ് നോക്കുമ്പോൾ പാരഡോക്സ്. വൈ ഷുഡ് അതേഴ്സ് അഡൾട്രേറ്റ് ഐസ് ഗിവ് സല്യൂട്ടേഷൻ ടു മൈ സ്പോർട്ടീവ് ബ്ലഡ് എന്നിടത്ത്
തന്നെ അറ്റാക്ക് ചെയ്യുന്നവരുടെ ഹിപ്പോക്രസി പാരഡോക്സിക്കലായി കാണിക്കുന്നു. ലാസ്റ്റ് ലൈനിൽ ബാഡ്നെസ് റെയിൻ ചെയ്യുന്നു എന്നതും പാരഡോക്സിക്കലാണ്. ട്രഡീഷണലി ഗുഡ്നെസ് എന്ന കോൺസെപ്റ്റിന് ഓപ്പോസിറ്റ് ആയാണ് അത് വരുന്നത്. ട്രഡീഷണലി നോക്കുമ്പോൾ ഗുഡ്നെസ് റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വാർട്ടറിനിൽ 2 റെട്രിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ക്രിറ്റിക്കൽ നോട്ട്സ് നോക്കാം. ജി വിൽസൺ നൈറ്റ് അദ്ദേഹത്തിൻ്റെ ദ മ്യൂച്വൽ ഫ്ലെയിം എന്ന വർക്കിൽ സോണറ്റ് 121നെ റെഫർ ചെയ്യുന്നത് ക്രൂഷ്യൽ ആൻഡ് ഡിഫിക്കൽട്ട് എന്നാണ്. എൽ സി നൈറ്റിൻ്റെ എക്സ്പ്ലോറേഷൻസ് എന്ന വർക്കിൽ എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് എനി റിജിഡ്ലി ഇമ്പോസ്ഡ് മോറൽ സ്കീം, എ പ്രൊട്ടസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് എ മൊറാലിറ്റി ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ റൈറ്റർ, ബട്ട് ദാറ്റ് മൊറാലിറ്റി ക്യാൻ ഓൺലി ബി ഡിസ്കസ്ഡ് ഇൻ ടേംസ് ദാറ്റ് പോയട്രി സപ്ലൈസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതും ഈ സോണറ്റിനെ കുറിച്ചുള്ള ഒരു ക്രിറ്റിക്കൽ കമൻട്രി ആണ്. ഈ സോണറ്റിൻ്റെ കപ്ലെറ്റുകളെ കുറിച്ച് ഹിൽട്ടൺ ലാൻഡ്രി പറയുന്നത് ഇപ്രകാരമാണ്: ദ ലാസ്റ്റ് ലൈൻ ഗിവ്സ് എ പ്രീപോസ്റ്ററസ് ആൻറ്റിതെസിസ് ഓഫ് ദ ട്രഡീഷണൽ വ്യൂ ഓഫ് മാൻസ് നേച്ചർ. അതുപോലെ സ്റ്റീഫൻ ബൂത്ത് പറയുന്നുണ്ട്: ദ കപ്ലെറ്റ്സ് ഓഫ് 117 ആൻഡ് 121 ആർ ജനറൽ കോൺട്രഡിക്ഷൻസ് ഓഫ് ദ പ്രിമിസസ് അപ്പോൺ വിച്ച് ദ പോയംസ് ഹാവ് പ്രോഗ്രസ്ഡ് എന്ന്. ഈ സോണറ്റിനെ കുറിച്ച് ഏറ്റവും ഡീറ്റെയിൽ ആയ ഒരു പഠനം നടത്തിയിട്ടുള്ളത് ഹിൽട്ടൺ ലാൻഡ്രി ആണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് എന്ന ബുക്കിൽ ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് ഷേക്സ്പീരിയൻ സോണറ്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഹിൽട്ടൺ ലാൻഡ്രി പ്രധാനമായിട്ടും 3 ഡിവിഷൻസ് ആണ് കൊടുക്കുന്നത്. അതായത് സോണറ്റ് 121നെ കുറിച്ചുള്ള എല്ലാ കമൻട്രിക്കും 3 ബേസിക് ഡിവിഷൻസ് ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഒന്ന്, പ്യൂരിറ്റൻസ് സ്റ്റേജിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെതിരെ ഉള്ള പ്രൊട്ടസ്റ്റാണ് ഷേക്സ്പിയറിൻ്റെ ഈ ഒരു സോണറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തത്, പോയറ്റിനെ കുറിച്ച് മോശമായി പറഞ്ഞവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ സോണറ്റ് എഴുതിയിട്ടുള്ളത് എന്ന് രണ്ടാമതൊരു വിഭാഗം പറയുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് സം കൈൻഡ് ഓഫ് ബിയോണ്ട് ഗുഡ് ആൻഡ് ഈവിൾ ക്ലെയിം ആണ് ഈ ഒരു സോണറ്റിനുള്ളത് എന്നും പറയുന്നുണ്ട്. 121ന് സിമിലറായ ഷേക്സ്പീരിയൻ സോണറ്റുകളാണ് സോണറ്റ് 17 ഹൂ വിൽ ബിലീവ് മൈ വേഴ്സ് ഇൻ ടൈം ടു കം, സോണറ്റ് 30 വെൻ ടു ദ സെഷൻസ് ഓഫ് സ്വീറ്റ് സൈലന്റ് തോട്ട്, സോണറ്റ് 94 ദേ ദാറ്റ് ഹാവ് പവർ ടു ഹേർട്ട് ആൻഡ് വിൽ ഡു നൺ എന്നിവ. താങ്ക് യു ഫോർ വാച്ചിങ്.